ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഓണമൊക്കെ അല്ലേ, ഒരു പായസമായാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പായസം പ്രഥമൻ്റെ പരിപ്പുണ്ടല്ലോ, അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തേങ്ങയാണ്. തേങ്ങ ചിരവിയതാണിത്. അത് നമുക്ക് 2ാം പാലും 1ാം പാലും എടുത്ത് വെക്കണം. പിന്നെ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഈ ശർക്കര ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ശർക്കരയെല്ലാം തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് പെട്ടെന്ന് പായസം തയ്യാറാക്കാൻ പറ്റും. അപ്പം ആ ദിവസം ഒന്ന് ധൃതി പിടിക്കണ്ട. അപ്പം നമുക്ക് ഈ ഒരു ശർക്കര മെൽട്ടായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് എനിക്ക്. അപ്പം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു നല്ലൊരു സ്മെല്ല് വരില്ല, ചെറുപയറിൻ്റെ ആ ഒരു മൂത്ത മണം വരില്ല. അന്നേരം ഓഫാക്കുക ഫ്ലെയിം. അപ്പം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. നല്ല ഒരു സ്മെല്ലെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ റോസ്റ്റ് ചെയ്ത ചെറുപയർ പരിപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു 3 കപ്പ് വെള്ളം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പം 1 കപ്പ് ചെറുപയർ പരിപ്പിന് ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ ഞാൻ വേവാനെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3 വിസിൽ വരുന്നവരെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും മുന്തിരിയെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് തേങ്ങാക്കൊത്തിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞുപോകും. ഈ ഒരു തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ നമുക്കൊരു 5 മിനിറ്റ്സിൽ അധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗോൾഡൻ കളർ ഏകദേശം ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ആ ദിവസം തിരക്ക് പിടിക്കാൻ വേണ്ട. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്ത് ഇവിടെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കാഷ്യൂനട്ട് ഇതിനകത്തിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചേർത്തിട്ടൊന്ന് പഫായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുന്തിരിയെല്ലാം നന്നായിട്ട് പഫായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളെ പരിപ്പ് നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പുണ്ടല്ലോ, അത് നമുക്ക് 3 വിസിലായിട്ടുണ്ട്. ഇത് ഓഫാക്കി വെച്ചതായിരുന്നു ഫ്ലെയിം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒരുപാട് ഉടഞ്ഞ് പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് കുഴഞ്ഞത് ഇഷ്ടമല്ല. അപ്പോൾ ഇനി നമുക്കൊരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ, ഒരു നല്ല വലിപ്പമുള്ള പാത്രത്തിൽ ശർക്കരപ്പാനി നേരത്തെ അരിച്ചു വെച്ചതാണ്. ശർക്കരപ്പാനി അരിച്ചു വെച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ ഇതിനകത്ത് നമുക്ക് വേവിച്ച ചെറുപയർ പരിപ്പ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഈ ഒരു പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആവാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ചെറുപയർ പരിപ്പെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ശർക്കരപ്പാനിയിൽ. ഈ ഒരു ശർക്കരപ്പാനീൻ്റെ അകത്ത് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ആവാനുണ്ട്. അതിന് ശേഷം തേങ്ങാപ്പാലെല്ലാം ചേർക്കാൻ പാടുള്ളൂ. അപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കട്ടകളില്ലാണ്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന തേങ്ങ എന്ന് പറയുന്നത് 3ാം പാലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് 2ാം പാൽ എടുക്കാനുള്ള ആ ഒരു തിക്നെസ്സേ ഉണ്ടാവും. അപ്പോൾ 2ാം പാലും 1ാം പാലും ഞാൻ മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ ഫ്ലെയിം വെക്കാൻ പാടില്ല. തേങ്ങാപ്പാലെല്ലാം പെട്ടെന്ന് പിരിഞ്ഞു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പായസം 2ാം പാലിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. അപ്പം ജസ്റ്റ് ഈ ഒരു 3 പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം സാധാരണ നമ്മൾ പ്രഥമനെല്ലാം ഉണ്ടാക്കുമ്പോൾ ജീരകപ്പൊടിയും ചുക്കുപൊടിയും മസ്റ്റാണല്ലോ. ബാക്കിയുള്ള പായസത്തിനുള്ള ഏലക്കായ് ചേർക്കുമെങ്കിലും ഈ ശർക്കര ചേർക്കുന്ന എല്ലാ പായസത്തിലും ചുക്കുപൊടിയും ജീരകപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് വേറെ തന്നെ ഒരു രുചി തന്നെയാണ്. അപ്പം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല. പായസം പിരിഞ്ഞു പോവും, അതാണ് കാര്യം. അപ്പം 1ാം പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് സ്വീറ്റ് ഐറ്റത്തിലും ഏത് പായസത്തിൽ ഏത് സ്വീറ്റ് ഐറ്റം ആയാൽ തന്നെ ഒരു നുള്ളു ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുത്താൽ ബാലൻസ് ചെയ്യും, ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യും. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പായസം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല കിടിലനായിട്ടുള്ള ഈ പായസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.